ഹായ് എവരിബഡി. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു പൂച്ചെടിയെക്കുറിച്ച് അല്ലെങ്കിൽ മരത്തിനെ കുറിച്ച് പറയുകയാണ്. എല്ലാവർക്കും കണിക്കൊന്ന, കേരളീയർക്ക് എല്ലാവർക്കും കണിക്കൊന്നേ അറിയാം. അത് മഞ്ഞ നിറമല്ലേ? ഇത് കണ്ടോ, ഇത് വെള്ള നിറം. ശരിക്കും കൊന്നപ്പൂവിനെ പോലെ. എനിക്ക് ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിതിന് വെള്ളക്കൊന്ന എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 17 വർഷം മുൻപേ ക്വാർട്ടേഴ്സിൽ താമസിച്ചപ്പോൾ ഒരു ചങ്ങാതിയെ, ഞങ്ങളുടെ ഓഫീസിൽ ജോലിയുള്ള സഹപ്രവർത്തകൻ്റെ വീട്ടിൽ ഒരു ചെടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ പൂ ഇങ്ങനെ അടർന്നു പോയി കായാകും, പക്ഷേ വീട് ഇത് ഒരിക്കലും തൈ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൈകൾ ആർക്കും കൊടുക്കാനായിട്ട് പറ്റാറില്ല. നോക്കിയൊക്കെ എന്ത് ഭംഗിയാണ്, പക്ഷേ ഇതിന് തൈകളില്ല. പിന്നെ എങ്ങനെയാണ് എനിക്കുണ്ടായെന്ന് വെച്ചാൽ, ഇത് വേരിൽ നിന്നും തൈകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ എൻ്റെ ചങ്ങാതി വർഷങ്ങൾക്ക് മുൻപ് ഒരു തൈ വേരിൽ നിന്നും പൊട്ടി കിളിച്ചപ്പോൾ എനിക്ക് തന്നതാണ്. അത് ഞാൻ ക്വാർട്ടേഴ്സിൽ നട്ടു. അതിനുശേഷം എനിക്ക് സ്വന്തം വീട് പേയാട് എൻ്റെ വീട്ടിൽ കൊണ്ട് നട്ടു. പക്ഷേ അവിടെ വെച്ചൊരു കുഞ്ഞു തൈയും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ചേച്ചിയുടെ സ്ഥലത്താണ് നട്ടിരിക്കുന്നത്. അങ്ങനെ ഇതിന് കുറച്ച് സ്ഥലം വേണം. അപ്പം ഇവിടെ കുറച്ച് വിശാലമായിട്ടുള്ള സ്ഥലം ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചേച്ചിയുടെ വീട്ടിലാണ് നട്ടിരിക്കുന്നത്, വെള്ളക്കൊന്ന. അപ്പോൾ എൻ്റെ പൂന്തോട്ടത്തിൽ മുഴുവനും ഓരോരുത്തരുടെ സ്നേഹസ്മരണകളും ഓർമ്മകളുമാണെന്ന് പറയുന്നില്ല. അപ്പോൾ അതിലൊന്നാണ് ഈ വെള്ളക്കൊന്ന. അങ്ങനെ ഇത് തന്ന ചങ്ങാതിയെക്കുറിച്ച് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇതിൻ്റെ തൈകൾ കൊടുക്കാനായിട്ട് ഇതിൽ നിന്ന് അങ്ങനെ വളരുന്നില്ല. ആകെ കൂടെ ഒരെണ്ണേ കിളിച്ചിട്ടുള്ളൂ. ഇത് കൂടുതൽ തൈകൾ ഉണ്ടാകട്ടെ, എനിക്ക് കൂടുതൽ പേർക്ക് കൊടുക്കാൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിന ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ജസന്ത മോറിസ്.